ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്റർ വരാനുള്ള സമയമായിട്ടിരിക്കുന്നു. കുറെ ആയല്ലോ വന്നിട്ടല്ലേ. നമ്മൾ കോമഡി ഉത്സവത്തിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് പരിചയമുള്ള ആളാണ്. ലെറ്റ്സ് വെൽക്കം പ്രജിത്ത് കുഞ്ഞിമംഗലം. നമസ്കാരം. നമസ്കാരം. ഫ്ലവേഴ്സ് കുടുംബത്തിലുള്ള ആളാണ്. തീർച്ചയായും നമ്മള് തറവാട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരു പ്രതീതിയായി. ഇവിടെ ഇപ്പൊ തറവാട്ടി വന്നപ്പോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. കാരണവന്മാര് വേറെയാണ്. അല്ല, ഒരു കാരണവരുണ്ട്. ബിജുക്കുട്ടൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ബിജുക്കുട്ടനെയാണോ കാരണവരെന്ന് പറഞ്ഞു? തറവാടിന്റെ കാരണം. തറവാടിന്റെ ഒരു കാരണം എടുക്കണ്ട. ആ കൂട്ടത്തിൽ ഇപ്പൊ പ്രസാദിനുണ്ട്. പ്രജിത്തെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. പ്രോഗ്രാം ഒക്കെ ഉണ്ട്. പ്രോഗ്രാമിന്റെ തിരക്കായിരുന്നു. ഇപ്പൊ സീസൺ അല്ലാത്തത് കൊണ്ട് എന്തായാലും കഴിഞ്ഞ ആഴ്ച ഖത്തറിലായിരുന്നു ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അല്ല, പ്രജിത്തിനൊക്കെ ഒരുപാട് പരിപാടിയുള്ള വൺ മാൻ ഷോന്റെ ഒക്കെ ആളല്ലേ? പരിപാടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അതെ, വളരെ വൈകിട്ടാണ് പ്രജിത്ത് ഈ കുടുംബത്തേക്ക് വന്നിരിക്കുന്നത്. അതെ. അപ്പൊ വൈകി വരുമ്പോ എന്താണ് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു ഐറ്റം വേറെ തന്നെയാണ് കൊണ്ടുവന്നത്. നമുക്ക് വേണ്ടത് നമ്മുടെ ഇപ്പോൾ ന്യൂ ജനറേഷൻ താരങ്ങൾ മിക്ക ആർട്ടിസ്റ്റുകളൊക്കെ മിക്ക നടന്മാരൊക്കെ സംവിധാന രംഗത്തേക്ക് കിടക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ദുൽഖർ സൽമാൻ സാറ് അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ മൂവി ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓഡീഷനും അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇതില് പ്രൊഡക്ഷൻ കൺട്രോളായി മാമുക്കോയ സാറുണ്ട്, ഒപ്പം നെടുവിന് സാറ് ആൻഡ് ജയറാമേട്ടൻ, ഒപ്പം ഹിന്ദി ബോളിവുഡിലെ താരങ്ങൾ അമരീഷ് പുരി, അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, ഒപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നായി നമ്മുടെ പിണറായി വിജയൻ സാറ്, മോദിജി, ഉമ്മൻചാണ്ടി സാർ, ഇവരൊക്കെ കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമ, ഒരു പശ്ചാത്തലമാണ് ഞാനിവിടെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. This is your Dulquer Salman. Actually, I would like to introduce my new film. എൻ്റെ പടത്തിൻ്റെ പേരാണ് തെറ്റിയാത്തവർ ആണ്ടുകൊമ്പ്. ഇക്ക, നമുക്ക് എൻ്റെ ടൈറ്റിലൊന്ന് മാറ്റി പിടിച്ചാലോ? ഏത് വേണ്ട, കാരണം ഇതിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ ഒരുപാട് പേര് ആൾക്കാരുണ്ട്. നമ്മൾ വിജിക്കൂട്ടില്ലേ, ഓൻ ഇപ്പം വരെ വിളിച്ചു വെച്ചേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ടൈറ്റിലൊന്നും മാറ്റണ്ട. എൻ്റെ പടം എന്ന് പറയുമ്പോൾ ബാബുജി പറഞ്ഞു നമുക്കത് ജയറാമേട്ടനെ കൊണ്ട് ചെയ്യിക്കണം. ജയറാമേട്ടാ, അയ്യോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ജയറാം. എന്താ പറയാ, ദുൽഖറിന്റെ ആദ്യ സംവിധാന ചിത്രത്തിൽ എനിക്ക് എന്താ പറയാ നായകനാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തെറ്റ് ചെയ്യാൻ ആരുണ്ട് ഗോപു എന്ന ചിത്രത്തിൽ അല്പം തെറ്റുകളൊക്കെ ചെയ്ത് ഞാനങ്ങ് അടിച്ചു കയറും എൻ്റെ പൊന്നു മോനെ. നമ്മുടെ പടം എന്ന് പറയുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലാണ്. അപ്പോൾ ബോളിവുഡിലെ ആക്ട്രസ് ഒക്കെ റെഡി അല്ലേ? അത് പിന്നെ നമ്മൾ സെറ്റാക്കിയില്ലേ. ഒന്ന് നമ്മള് കുമാരാട്ടനമില്ല, അക്ഷയ്, ഓ സെറ്റാണ്. പിന്നെ നമ്മള് ഷെട്ടി സുനിയില്ലേ, ഓനൊരു വിസ്കോ അടിച്ചിവിടെ പറഞ്ഞെത്തും. പിന്നെ നമ്മള് പൊരിവായി ഞാനും നമ്മൾ നല്ല ബന്ധമാണ്. കാരണം എന്താ പറയാ, ഞാനും മൂപ്പരും മുമ്പ് ബോംബെന്ന് പൊരിയിട്ടിനി. അങ്ങനെയല്ലേ മൂപ്പർക്ക് അമരീഷ് പുരി പേരന് വന്നിനി. അരേ മിസ്റ്റർ ദുൽഖർ സൽമാൻ, മേരാ ബേട്ടാ അച്ഛാ ദാദാക്കില്ലേ റോൾ എന്ന് പറയുമ്പോ ഒരു അച്ഛൻ്റെ റോളാണ്. പിന്നെ 2 ഭാര്യമാർ, ഒരു ഭാര്യ അങ്ങ് പയ്യന്നൂരും ഒരു ഭാര്യ അങ്ങ് തൃശ്ശൂർ ഗുരുവായൂരും. എപ്പടി? अरे कमाल की बात है, 2 बीबी, मुझे बहुत अच्छा लगा, अभी मुझे कैरेक्टर बनना है. തനിക്ക് എങ്ങനെ തോന്നിയതോ ആ റോൾ എനിക്ക് തരാതിരിക്കാൻ? ഈ കയ്യിൽ ഞാൻ എടുത്തു വളർത്തിയല്ലോ തന്നെ ഞാൻ. എന്നിട്ട് എല്ലാവരും ചേർന്ന് എന്നെ കളിയാക്കിയില്ലേ. ഞാനൊരു വിഡ്ഢി, എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ചു കൂത്താടിച്ചു. എന്നിട്ട് ആരും അറിയാതെ ദുൽഖറും അവരൊപ്പം പോയി ചിരിച്ചില്ലേ. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ, ഇനി ഞാനും അമരീഷ് പുരിയും ഒരു കൂരയിൽ വേണ്ട. അല്ല, നിങ്ങൾ വേദന വീണോട്ടാ, നിങ്ങൾക്ക് വേറെ റോളുണ്ട്, 3 ബീബിയല്ല വേറെ റോള്. അതിൽ നിങ്ങൾ ഓക്കെ ആന്ന് ആണോ? സമാധാനമായി. എന്നാ പിന്നെ നമ്മുടെ സുനിൽ ഷെട്ടി സാറിനെ വിളിച്ചാലോ? മർ ഗയാ ജബ് തുമ്നെ മുझे छोड़ा, मैं तो जीत गया. अंजलि, मैं तुमसे बहुत प्यार करता है ना. अंजलि, मैं तुमसे बहुत प्यार करता है ना. दुलकर, मुझे फिल्मों में मौका मिलेगा ना रे भाई? जरूर. जी नमस्ते, मेरा नाम है अक्षय कुमार. कैसे हो मेरा दुलकर भाई? अच्छा है ना? अच्छा ഭയ്യയുടെ റോൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ നാട്. ठीक है, मैं उधर का राजा है ना, पता है? രാജ്യം കുജിയൊന്നുമില്ല. നമ്മുടെ കോട്ടയം പാലയിലെ ഒരു വലിയ റബ്ബർ തോട്ടം, അവിടുത്തെ റബ്ബർ വെട്ടുകാരൻ. क्या मेरा भाई, उतना रबर वेटगार है मैं? ठीक है, मुश्किल नहीं,
मैं एक रबड़ का पेड़ में से दूसरी रबड़ के पेड़ के ऊपर चढ़ाएगा, दूसरी रबड़ के पेड़ में से तीसरी रबड़ के ऊपर चढ़ाएगा, एकदम टार्सन का जैसे रबर बट गार्डन का खिलाड़ियों का खिलाड़ी मैं बनूंगा. അല്ല മോനെ തുല്യറെ, ആകെ ഇടങ്ങാറായിട്ടുള്ളത് അവിടെ ഓഫീസിൽ ആരെല്ലാം വന്നതെന്നറിയാം. ഒന്ന് നമ്മൾ നരേന്ദ്രമോദിജി, ഒന്ന് നമ്മൾ പിണറായി വിജയൻ സാറ്, ഒന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്. ഇവർ 3 പേർക്കും നിങ്ങളെ വാർത്തയിൽ നല്ല റോൾ വേണമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആ ഒരു ബെസ്റ്റ് റോൾ കൊടുക്കാം. നമ്മുടെ ഏറ്റവും മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റായ മണിച്ചിത്രല്ലേ, അതിലല്ലെങ്കിൽ കല്യാണാപരിക്കുമ്പോൾ സീനില്ലേ, ആ സീൻ നമുക്ക് അവർക്ക് കൊടുക്കാം. നമ്മുടെ സുരേഷ് ഗോപിയായി നമ്മുടെ പിണറായി വിജയൻ സാറിനും, ലാലേട്ടനായി ഉമ്മൻചാണ്ടി സാറിനും, ഒപ്പം മോദിജിയായി ശോഭന മേഡത്തിന് റോൾ അങ്ങ് കൊടുക്കാം. അവരത് അടിച്ച് കലക്കും. അതായത് ഞാൻ ഡോക്ടർ സണ്ണി അല്ലേ? അതെങ്ങനെ ഡോക്ടർ സണ്ണി ലാലേട്ടനായിട്ട്? അതായത് നകുല, എനിക്ക് പറയാനുള്ളത്, ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാടമ്പള്ളിയിലെ തമിഴത്തി വേറെ ആരുമല്ല, അതിൻ്റെ പെണ്ണും പിള്ള ഗംഗയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നീ പോയി തടയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗംഗയിൽ പോവും? എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ല, അല്ലിക കല്യാണ ആഭരണം എടുക്കാൻ. ഗംഗയിൽ പോ. തൽക്കാലം എങ്ങോട്ടും പോകണ്ട. പോകണ്ട, ഞാൻ ഇന്നലെ കൂടി പറഞ്ഞതാണല്ലോ. പോണ്ടെന്ന് പറഞ്ഞാല് പോകണ്ട. ഈ വിരട്ടല് വിലവേശലും ഒന്നും ഞങ്ങളോട് വേണ്ട. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് അല്ലിക്ക് കല്യാണാഭരണം എടുക്കുന്ന കാര്യങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്. വിടമാട്ടെ, മുझे ऐसे कहना ही चलेगा. आज से दुर्गाष्टमी चलने वाले उन्हें ಕೊಂದ ಒಂದು ರಕ್ತದ ಕೊಡಿಸ ಓಂಕಾರ നടനം ಮಾಡುವೆ. ഗംഗേ, കടക്ക് പുറത്ത് നിങ്ങൾ ഉഷാറായിരിക്കുന്നു. നിങ്ങൾ 3 അടുത്ത നമ്മൾ ഈ പാർട്ടിൽ സെലക്ട് ആയിരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.